രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. നാളെ രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ. LDFും UDFും വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ ഫലത്തിൽ നിർണായക സ്വാധീനമാവുക PV അൻവർ പിടിക്കുന്ന വോട്ടുകളായിരിക്കും. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ LDFിനും UDFിനും നിലമ്പൂർ ഫലം നിർണായകമാണ്. ഭരണവിരുദ്ധ വികാരം അലയടിച്ചുവെന്ന് തെളിയിക്കാൻ UDF, മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള വാതിലെന്ന് വിശേഷിപ്പിക്കാൻ LDF, ശക്തി തെളിയിച്ചുവെന്നുറപ്പിക്കാൻ PV അൻവറും. ഇങ്ങനെ രാഷ്ട്രീയ കേരളം സൂക്ഷ്മതയോടെ നോക്കുന്ന ഒട്ടനവധി ചലനങ്ങൾക്കും പൊട്ടിത്തെറികൾക്കുമുള്ള സാധ്യത തേക്കിന്റെ നാട് ഒളിപ്പിക്കുന്നു. പാലക്കാട് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷമുണ്ടാവുമെന്ന് KPCC അധ്യക്ഷൻ. നിലമ്പൂരും UDF ശക്തമായ ഭൂരിപക്ഷത്തിൽ കംഫർട്ടബിൾ മാർജിനിൽ ജയിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ അതിശക്തമാണ്. വ്യക്തമായ ഭൂരിപക്ഷമുണ്ടാകുമെന്ന് LDFും ഉറപ്പിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ആ വിശ്വാസത്തിന്റെ കാരണം എന്ന് പറഞ്ഞത് ഈ വോട്ടർമാർ നൽകിയിട്ടുള്ള ഒരു സ്വീകാര്യതയാണ്. താൻ തോറ്റാൽ ഷൗക്കത്ത് ജയിക്കണമെന്ന് പറഞ്ഞത് UDFിനോടുള്ള സോഫ്റ്റ് കോർണർ കൊണ്ടല്ലെന്ന് PV അൻവർ 24നോട്. AP അനിൽകുമാറിനെതിരെയും അൻവർ രംഗത്തു വന്നു. ഷൗക്കത്തിന് എന്താ പറയാ, ഈ പാലിൽ വിഷം ചേർത്തിട്ടാണ് അവൻ കാണുന്നത്. കാരണം ഷൗക്കത്ത് എന്തായാലും ഇതിൽ മരിച്ചു പോകും, പിന്നെ ഈ രക്ഷയൊന്നുമില്ല. മലപ്പുറത്ത് വേറെ MLA ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ ഷൗക്കത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ സഹായിക്കും ചെയ്യും. കാരണം അദ്ദേഹത്തിനോടൊപ്പം സ്ട്രോങ് ആയിട്ട് നിന്നാണല്ലോ. ഇപ്പോൾ ആ ശല്യം ഒഴിവാക്കുക, അതുകൊണ്ട് അങ്ങോട്ട് ജയിച്ച് കയറാം അവിടെ എന്നുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. PV അൻവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നടക്കൂല. ആദ്യം വഴിക്കടവ് പഞ്ചായത്തിലെ ബൂത്തുകളാണ് എണ്ണുന്നത്. ഇവിടെ ലഭിക്കുന്ന വോട്ടുകളിൽ നിന്ന് തന്നെ ട്രെൻഡ് വ്യക്തമാകും. വോട്ടെണ്ണലിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ ഭരണകൂടവും അറിയിച്ചു. ടീം 24 നിലമ്പൂർ.